ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ കഴിഞ്ഞ കോട്ടയം വ്ളോഗിൻ്റെ ബാക്കിയായിട്ടോ. നമ്മൾ എന്നിട്ട് പിറ്റേ ദിവസം എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഭയങ്കര മഴ ഇടിവെട്ടും കാരണം നമുക്ക് എങ്ങും പോകാൻ പറ്റിയില്ല. പക്ഷേ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ നമ്മൾ ആ മഴയത്ത് ഞാനും കുഞ്ഞനും കുഞ്ഞാവിയും അച്ഛയും കൊച്ചച്ഛനും ഞങ്ങൾ ഇത്രയും പേര് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇത്രയും പേര് അങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയി. ഭയങ്കര മഴയും തിരക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറി പയ്യെ സാവധാനം തൊഴുതു. ഞങ്ങൾ തൊഴുന്ന സമയത്ത് ഭാഗ്യത്തിന് മഴ മാറി നിന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഐതിഹ്യം പോലെ തന്നെ നന്ദിയുടെ ചെവിയിൽ ഞങ്ങളുടെ 3 പേരുടെയോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് തൊഴുത് പയ്യെ ഞങ്ങൾ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളത്തിൻ്റെ അവിടെ നിൽക്കുന്നത് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അതെല്ലാം ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിള്ളേരാരും എടുത്ത് പണിതാന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നൊരു കട ഇരിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഇതിനകത്ത് എന്ത് ക്യൂട്ടാണെന്നറിയോ ഗൈസ്. ഇതിനകത്ത് കാണുന്ന വിഗ്രഹങ്ങളൊക്കെ എനിക്ക് എല്ലാം പറക്കിക്കൊണ്ട് പോരാൻ തോന്നുമായിരുന്നു. അത്ര രസമായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തൊഴാൻ നേരത്തെ ഭാഗ്യത്തിന് മഴയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തൊഴുത്തിറങ്ങിയപ്പോഴത്തേന് മഴയൊക്കെ മാറി തിരിച്ച് ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് കുറേ ക്ലിപ്പൊക്കെ നഷ്ടമായിട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ വൈകുന്നേരം മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ തൊട്ടടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്നല്ല, ഇച്ചിരി അങ്ങോട്ട് മാറി. അപ്പോൾ ആദ്യം ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചിറങ്ങി. പിന്നെ ഇച്ചിരി മാറിയിട്ട് നല്ല സ്ഥലമൊക്കെ ഉണ്ട്, ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടിക്ക് പോന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള പാടമായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ കറങ്ങി നടന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീൻ പിടിക്കുന്ന തൊട്ടടുത്ത് പോയി കാണാടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി നടന്നതാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുക, മഴയും കൂടി പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു. നല്ല ചെറിയൊരു തണുപ്പും. പിന്നെ ഈ സൂം ചെയ്യുന്നത് അച്ഛ ഇങ്ങോട്ട് വന്നിട്ടില്ല. അച്ഛ അവിടെ നിന്നുള്ള പാടം ആസ്വദിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, വണ്ടിയുടെ അടുത്ത് നമ്മുടെ അപ്പം നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തിരുന്ന ചേട്ടന്മാർ വലയിടുന്നുണ്ടോ. അങ്ങനെ അവർക്ക് അന്ന് അവിടെ നിന്ന് കുറേ മീൻ കിട്ടിയിട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ക്ലിപ്പ് നമുക്ക് നഷ്ടമായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നിങ്ങൾ വന്നു കഴിയുമ്പോൾ കാണുന്നത് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് ഉണ്ട്. 4 വീലർ 2 വീലർ ഞാൻ ഡെയിലി ഓടിക്കുന്നതാണ്. പക്ഷേ 4 വീലർ അങ്ങനെ ഓടിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല, അങ്ങനെ ഓടിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ ഗ്രൗണ്ട്. അപ്പോൾ അച്ഛ പറഞ്ഞു ഇനി മടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങി വരാൻ പറഞ്ഞ് അച്ഛൻ എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഓടിപ്പിക്കുന്നേ. പക്ഷേ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഓടിച്ചു കേട്ടോ. പക്ഷേ റോട്ടിൽ ഓടിച്ചപ്പോൾ അത്ര സെറ്റായിട്ടില്ല. പക്ഷെ പഠിക്കണം. 2 വീലർ ഓടിക്കും, പക്ഷേ എൻ്റെ ലൈസൻസും ഉണ്ട്. എന്നാലും 4 വീലർ ഓടിക്കാൻ അത്ര സെറ്റപ്പില്ല. പിന്നെ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് കേട്ടോ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗിയറിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓടിച്ച് കുറേ നേരം ഓടിച്ചു. നിങ്ങൾ കാണുന്ന മാത്രമല്ല കേട്ടോ, അതല്ലാതെ ഒത്തിരി നേരം ഓടിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് മഴ ചെയ്തുകൊണ്ട് പകലെങ്ങും പോകാത്തതുകൊണ്ട് ഒരു സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൃശ്യത്തിന് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ അതിരടി ഉണ്ടായിരുന്നുള്ളൂ സീറ്റ്. അപ്പോൾ അതിരടി ഫ്രണ്ടിലായിരുന്നു കേട്ടോ, ഒത്തിരി ഫ്രണ്ടിലല്ല എന്നാലും ഒരു ഫ്രണ്ടിലായിരുന്നു നമുക്ക് സീറ്റ്. അങ്ങനെ നമ്മൾ അതിരടി കാണാൻ വേണ്ടി പോയി. അങ്ങനെ തിയേറ്ററിൻ്റെ പേരൊന്നും നിങ്ങൾ ചോദിക്കരുത് കേട്ടോ, ഞങ്ങൾക്കറിയത്തില്ല കോട്ടയത്തെ ഇത് തിയേറ്ററിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. കൊച്ചച്ഛനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കൊച്ചച്ഛനെ നമ്മുടെ വീഡിയോ ക്ലിപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ കൊച്ചച്ഛനെ നമുക്ക് ഒരു വീഡിയോ പോലും ഇതിനകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി. കുറേ വീഡിയോ നമ്മുടെ ഇത് മിസ്സായി പോയിട്ടോ. അങ്ങനെ നമ്മൾ അതിരടി കാണാൻ വേണ്ടിയിട്ട് കയറി. നമ്മുടെ സിനിമ 8:30-ക്കായിരുന്നു. പക്ഷേ 8:45 വിചാരിച്ച് ഞങ്ങൾ പുറത്ത് നിന്നു. പക്ഷേ കറക്റ്റ് ഏതോ ഭയം കൊണ്ട് അച്ഛയ്ക്കൊരു നിർബന്ധം, കറക്റ്റ് 8 മണി കഴിയുമ്പോൾ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയോണ്ട് മാത്രം ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് സിനിമ കാണാൻ പറ്റിയിട്ടോ. മൂവി എല്ലാവരും കണ്ടു കാണും, അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് നമ്മുടെ കൊച്ചച്ഛൻ, ഇതാണ് നമ്മുടെ ഹീറോ, അപ്പൻ്റെ സ്വന്തം അനിയൻ, നേരെ ഇളയ അനിയൻ. പക്ഷേ കൊച്ചച്ഛന് ക്ലിയറായിട്ട് കിട്ടുന്ന വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടോ. പിന്നെ നമ്മളങ്ങനെ ബ്രേക്ക് ആയപ്പോഴത്തേനും പോപ്കോണും, ബ്രേക്ക് ആയില്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിങ്ങിന് മുമ്പേ കോക്കും ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് കയറി. പിന്നെ നമ്മൾ മൂവി സ്റ്റാർട്ട് ചെയ്തു, കണ്ടു. നല്ല മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിനകത്ത് ഓൾറെഡി ബേസിൽ ജോസഫിൻ്റെ ഒരു ഫാനാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ പോപ്കോൺ മേടിച്ചു. പിന്നെ അത് കഴിച്ച് തീരുന്നോളം വരെ സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിച്ചു. മൂവി നിങ്ങളെല്ലാവരും കണ്ടു കാണും. കണ്ടില്ലേ, ഇപ്പോൾ കാണണം ഗൈസ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞു. വേറെ അങ്ങ് നിന്നില്ല കേട്ടോ. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അവർ 2 സ്കൂട്ടറിലും കാറിലും ഒക്കെ ആയിട്ട്, 2 ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് പോന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ആട്ടോ ഗൈസ് ഇത്. പിറ്റേ ദിവസം നമ്മൾ അവിടുന്ന് പോരുവാണ്. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ആൻറ്റിയോടും കൊച്ചച്ഛന് രാവിലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കൊച്ചച്ഛൻ പോയി കേട്ടോ. പിന്നെ ആൻറ്റിയോടൊക്കെ
ടാറ്റ ബൈബയൊക്കെ പറഞ്ഞു പോന്നു. ആൻറ്റി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും ദിവസം നിന്നുകൊണ്ട്. നമ്മളും അവർ ശരിക്കും മിസ് ചെയ്യും. നല്ല രസമായിരുന്നു വെക്കേഷൻ. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഞങ്ങൾക്കറിയില്ലാത്ത ഒരു പാർക്കിലൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇത് കല്ലറ എന്ന് പറയുന്നത് കോട്ടയത്തുള്ള സ്ഥലം. അവിടുത്തെ പാടത്ത് കണ്ടതാട്ടോ നിറച്ചും ഒരു പർപ്പിൾ കളറ് പൂക്കളായിരുന്നു മൊത്തം. ഒരു ലാവൻഡർ കളർ പൂക്കൾ. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു. അതെന്ത് പായലിൻ്റെ പൂവാന്നൊക്കെ അമ്മ പറയുന്നു, ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് നിന്നതും ഭയങ്കര മഴ പെയ്യാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ അടിമാലിയിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഷേക്കൊക്കെ കുടിച്ച് നമ്മളങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ താങ്ക് യു ഗൈസ്.